ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ എണ്ണീറ്റ് വന്നപടുത്തി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫേസ് പോലും ഞാൻ കഴിയിട്ടില്ല. എനിക്ക് ചെറിയൊരു മൂക്കടപ്പും പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും ഫേസ് വാഷ് കയറിയതിൻ്റെ ഭാഗമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ നമ്മുടെ കിച്ചൺ തലേദിവസം ഇങ്ങനെ നീറ്റാക്കി ഇടുമ്പോൾ നല്ലൊരു പ്രസൻറ്റ് ഫീലിംഗ് അല്ലേ. മക്കൾ നിർബന്ധം പിടിക്കുന്ന ദിവസം എനിക്ക് വൃത്തിയാക്കി ഇടാൻ ചില ദിവസങ്ങളിൽ പറ്റാറില്ല. മാക്സിമം ഞാൻ നീറ്റാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ഞാൻ ആ ജനലങ്ങ് തുറന്നിടും. അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് അച്ഛന് കട്ടൻ ചായക്കുള്ള വെള്ളം. അച്ഛൻ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. അച്ഛന് 2-3 പ്രാവശ്യം ഞാൻ കൊടുക്കും കട്ടൻ ചായ. വെള്ളം വെച്ചിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തു മുഖമൊക്കെ കഴുകിയിട്ട് വന്നു ഗൈസ്. അപ്പം ഒരാശ്വാസം. എന്നാലും എനിക്ക് നല്ല മൂക്കടപ്പുള്ളതുകൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ എനിക്കിങ്ങനെ പ്രശ്നമുള്ളതല്ലായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കട്ടൻ ചായ തിളച്ചു. പിന്നെ അത് അച്ഛന് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ മോന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് വെള്ളമൊക്കെ നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ ആട്ട എടുത്തു. ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അരി അങ്ങിട്ട് കേട്ടോ. സംഭവം ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ താമസിച്ചാണ് കുളിക്കാറ്. എന്നാൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ ദേഹം മുഴുവൻ പൊടിയാവും. അങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ചൂടുവെള്ളത്തിലാണ് മാവ് നനയ്ക്കുന്നത് കേട്ടോ. അപ്പോഴേ എനിക്ക് സെറ്റ് ആവാറുള്ളൂ. പിന്നെ കിഴങ്ങറിക്കുള്ള കിഴങ്ങും സവാളയും തക്കാളിയൊക്കെ സ്പീഡിൽ ഇങ്ങനെ അരിയുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വേണം കുളിക്കാൻ. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുളിക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് അല്ലേ. അങ്ങനെ പിന്നെ അതെല്ലാം അരിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അതങ്ങ് വെച്ച് കേട്ടോ. ഇനി അത് വിസിൽ വന്ന് 2-3 വിസിലടിച്ചാൽ മതിയല്ലോ. അങ്ങനെ അത് വരുമ്പോഴത്തേക്ക് ചപ്പാത്തി അങ്ങ് പരത്താമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല മൂക്കടപ്പുള്ളതുകൊണ്ട് എൻ്റെ മുഖം ചില സമയത്ത് ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു പോവേ. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് പരത്തി എടുക്കുന്നുണ്ട്. കാരണം കൃതി എപ്പോഴാണ് ഉണരുന്നതെന്ന് അറിയത്തില്ല. അതിന് മുന്നേ എനിക്ക് കുളിക്കുകയും കൂടെ ചെയ്യണം ഗൈസ്. പിന്നെന്താ, അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മുടെ കുക്കർ പിന്നെ വിസിലടിക്കുന്നുണ്ട്. 3 വിസിലാകുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. കിഴങ്ങായതുകൊണ്ട് ഒത്തിരി വേവണ്ടല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ പരത്തി പിന്നെന്താ ചപ്പാത്തി ഇട്ടു. ഇന്ന് മോനപ്പം ചോറ് വെച്ച് ചപ്പാത്തി കണ്ടപ്പോൾ പുള്ളിക്കാരന് സ്കൂളിൽ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വെക്കേണ്ടി വന്നില്ല. അങ്ങനെ പിന്നെ നമ്മുടെ കിഴങ്ങറിയൊക്കെ സെറ്റായി. അങ്ങനെ പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.